ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യൂസ്റ്റി അതുപോലെ നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. നമ്മൾ കുറച്ച് ദിവസം ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇനി മുതൽ ഇന്ന് മുതൽ എന്തായാലും ഡെയിലി ലെവൽസ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് നമുക്കപ്പോൾ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളിലെല്ലാം ബൈയിലേക്ക് തന്നെ എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബൈയിലേക്ക് തന്നെയാണ് ട്രെൻഡ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിനകത്ത് ഫസ്റ്റത്തെ ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കൊരു BOS കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് മോർണിംഗ് വന്നിട്ട് ടച്ച് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ അല്ലേ? ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മൈനർ ട്രെൻഡാണ് ഗോൾഡിൽ കാണാനായിട്ട് പറ്റുന്നത്. മേജർ ട്രെൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തപ്പോൾ ഈ ഒരു ഹൈ നമുക്കിവിടെ കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ളൊരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ഓക്കെ ആവുന്നില്ലേ? ഇതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു മൈനർ ട്രെൻഡ് ആയതുകൊണ്ട് ഗോൾഡിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു എൻട്രി ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ഇവിടുന്ന് ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് മൈനർ BOS ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ട്രെൻഡിൽ ലെവൽസിൽ നമുക്ക് ബൈ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ബൈ എൻട്രീസ് നോക്കി പോകാനായിട്ട് പറ്റും. ഇവിടെ കൺഫർമേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ലോവറിലേക്ക് ഇറങ്ങി നോക്കാം. ഇനി അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് റെസ്പെക്റ്റ് ചെയ്തില്ല, മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തൊട്ടടുത്ത എൻട്രി നോക്കാനായിട്ട് വരുന്ന ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലാണ് കേട്ടോ. ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ ലോയിലാണ്. അപ്പോൾ നമുക്ക് ആ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്ന് തന്നെ, ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ തന്നെ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. കുഴപ്പമില്ല, ഈ ഒരു റേഞ്ചിൽ നോക്കി പോകാനായിട്ട് പറ്റും. ഇതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാം. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡുകൾ നമുക്ക് ബൈയിലേക്ക് ഇതുപോലെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഞാനൊന്ന് ലോവറിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് കൺഫർമേഷനും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഈ ഒരു ഹൈനെയാണ് മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ട്രേഡ് നോക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റിക്ക് എടുത്തതിന് ശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഗോൾഡിൽ കാണുന്നത്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഹൈ വരെ നോക്കുക. ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റായിട്ട് ഇതായിരിക്കും വരുന്നത്, ഈ ഒരു ഹൈ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 1:3 നമുക്ക് കണക്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഗോൾഡിൽ ഫസ്റ്റ് കാണുന്നത്. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും ബൈയിലേക്കുള്ള ട്രെൻഡ് തന്നെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു ട്രെൻഡാണ്. യൂറോ യൂസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളിലെല്ലാം ഇതുപോലുള്ള ട്രെൻഡാണ് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് യൂറോ യൂസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്താണ് മാർക്കറ്റ് വന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ഒന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഞാനൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എൻട്രി നോക്കാം കേട്ടോ. ഈ ഒരു ഫസ്റ്റത്തെ ലിക്വിഡിറ്റി തൊട്ടടുത്ത് തന്നെയാണ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലുണ്ട്. ഇനി അതേപോലെ തന്നെ യൂറോ യൂസ്റ്റിൽ നമുക്ക് തൊട്ടടുത്ത് താഴത്തേക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് ട്രേഡ് കിട്ടിയില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റുന്ന ഈ താഴെയുള്ളൊരു ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന കേട്ടോ. ഇതിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും ബൈയിലേക്ക് തന്നെ ട്രേഡ് നോക്കാം. പിന്നെ മാർക്കറ്റ് ഇപ്പോൾ നോക്കുന്നത് ബൈയിലേക്കുള്ള ഒരു ലിക്വിഡിറ്റി എടുക്കാതെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഇൻഡ്യൂസ്മെൻറ്റൊക്കെ എടുത്തിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് സെല്ലിലേക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ബൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ പിന്നെ സെല്ലോ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഈ ബൈയിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് യൂറോ യൂസ്റ്റിയിൽ കാണുന്നത്. ഇനി അതേപോലെ നമുക്ക് നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്കും കൂടെ വരാം. നിഫ്റ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റുന്ന ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് 50 മിനിറ്റിൽ ഈ ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതല്ലാതെ പിന്നെ തൊട്ട് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റിലെ മെയിൻ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഡെയിലിയിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ ഒരു ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് വന്നിട്ട് എന്താണ് ഈ ഡെയിലിയിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിലും ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് കുറച്ചുകൂടെ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല സെല്ലായിരുന്നു ലാസ്റ്റ് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം ചെറിയൊരു സെല്ല് വന്നതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് വന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് ബൈയിലേക്ക് കയറാൻ സാധ്യത കൂടുതലുണ്ട്. അതേപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഒരു സെല്ലിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഈ ഹൈ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ലോയിലേക്ക് വരികയാണെങ്കിൽ ബൈ. ഇതാണ് ഫസ്റ്റ് സാധ്യത. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് സെയിം ഡേയിലെ ട്രെൻഡ് അനുസരിച്ചും ട്രേഡുകൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൽ ട്രേഡോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം. ഞാൻ എന്തായാലും ഗ്രൂപ്പിലേക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.